ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് സൂൺ എന്ന ചൈനീസ് ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ വെക്കേഷന് ഒരു ട്രിപ്പ് പോയിട്ട് അതിനിടയിൽ വെച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അടിച്ച് ഫിറ്റായിട്ട് ഇപ്പൊ ആ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും തന്നെ അവരുടെ ഫീലിങ്സ് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ പാർട്ട്നേഴ്സിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുകയും അങ്ങനെ ഇപ്പോൾ അവർ ഓരോരുത്തരും തമ്മിലുള്ള ബോണ്ടൊക്കെ ആകെ അൺകംഫർട്ടബിൾ ആയതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ചെന്നിപ്പോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മയും പപ്പയും കൂടിയിട്ട് ചെന്നിനെ യൂണിവേഴ്സിറ്റിക്ക് അയക്കാനായിട്ടുള്ള അവളുടെ ലഗേജ് ഒക്കെ ഇപ്പൊ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെന്ന് ഓൾറെഡി അഡ്മിഷൻ ആയിട്ട് ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ അവൾക്ക് ഈ സെയിം സിറ്റിയിലാണെങ്കിലും ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവളുടെ അമ്മ വന്ന് അതിന്റെ ഒരു അഡ്മിഷൻ ലെറ്റർ ഒക്കെ അവൾക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കുമ്പോൾ അത് കാണുന്ന അവൾക്ക് എന്തോ വിഷമം വരുന്നുണ്ട്. തലേ ദിവസം അവർ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും ഒരുപാട് ദൂരമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നതും അവളുടെ ഒപ്പം ഇത്രയും നാളുണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട്സ് ഇനി ഒരിക്കലും അവളുടെ ഒപ്പം ഉണ്ടാവില്ലെന്ന് ഉള്ള ആ ഒരു റിയലൈസേഷൻ വരുമ്പോൾ അത് അവൾ അത്രയും ഹേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ നേരം ജിങ്ങിനും ഒരു ലെറ്റർ വന്നിരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചെന്ന് എല്ലാവർക്കും തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറിയതിനെ പറ്റി കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അവൾ സോങ്ങിനും ഈ സെയിം മെസ്സേജ് അയക്കാൻ നിൽക്കുന്നെങ്കിലും പിന്നീട് തലേദിവസം ഉണ്ടായ ആ ഒരു പ്രശ്നം ആലോചിച്ച് അവളിപ്പോ നേരെ സോങ്ങിന് മെസ്സേജ് അയക്കാതെ ജിങ്ങിന് മാത്രം അയച്ച് തനിക്ക് വുഹാൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ കാര്യം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് നൈറ്റ് അവരുടെ അഡ്മിഷൻ നമുക്കൊന്ന് ആഘോഷിക്കാമെന്നും അവളിപ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജിങ് നൈറ്റ് ചെന്ന് പറഞ്ഞ അനുസരിച്ച് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ബേസിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവര് മുമ്പേ തന്നെ ആരും വിളിക്കാതെ അവിടേക്ക് സോങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം സോങ് അവളെ പ്രപ്പോസ് ചെയ്ത് അവളെ റിജക്ട് ചെയ്ത് അതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടായതുകൊണ്ട് ജിങ് ഇപ്പോൾ പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെല്ലാതെ വളരെ പേഷ്യന്റ്ലി പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്നേരം തന്നെ സോങ്ങും ചെന്നും കൂടി സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇവ പഴയതുപോലെയല്ലെന്നും രണ്ടുപേരും ഇപ്പൊ വളരെ ഓക്വേർഡായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല അവർക്കിടയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയെന്ന് മനസ്സിലാക്കിയിട്ട് സോങ് അപ്പോൾ തലേ ദിവസം അവളോട് അങ്ങനെ പറഞ്ഞതിൽ ചെന്നൈൻ്റെ അടുത്ത് സോറി ചോദിച്ചിട്ട് ഇനിയും അവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞേ പിന്നെ എനിക്ക് തന്നെ പഴയ പോലെ കാണാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് തനിക്ക് കുറച്ച് ടൈം തരണം എന്നും ടൈം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ ഇടയിലുള്ള ആ ഒരു ഓക്വേർഡ്നെസ് മാറുമെന്നും അവളിപ്പോൾ പറയുന്നുണ്ട്. ഇതേ നേരത്ത് താഴെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ജിങ്ങും ആകെ അൺകംഫോർട്ടബിൾ ആകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം ആവുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ലീഡർ ആയിട്ടുള്ള ലീയും ചെന്നും കൂടി ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലീയെ അന്ന് ജിങ്ങിനെ പ്രപ്പോസ് ചെയ്ത് അവൻ അവളെ റിജക്ട് ചെയ്ത് ആ ഒരു ബ്രേക്കപ്പിന് ശേഷം ആകെ എക്സോസ്റ്റഡ് ആയിട്ടും ഇത്രയും പെട്ടെന്ന് തന്നെ അവൾ വേറൊരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച കാര്യം ചെന്നിപ്പോ നോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് ലീയിന്റെ വെറും ഒരു ദിവസമായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയും അവര് വളരെ ലവിങ്ങും കെയറിങ്ങും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ചെന്നിന് എന്തോ പോലെ തോന്നുന്നുണ്ട്. കാരണം 2 ദിവസം വരെ ഇവള് ജിങ്ങിന്റെ പുറകിലായിട്ട് പെട്ടെന്ന് ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ചെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടേക്ക് സീഷി വരുമ്പോൾ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ സീഷിയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ലീന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് തൽക്കാലത്തേക്ക് ജിങ്ങിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള വെറുമൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ശരിക്കും അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് എന്ന് അവള് ബാക്കി രണ്ടുപേരോടും കൂടി പറയുന്നത്. അങ്ങനെ പിന്നീട് അവർ ഒരുപാട് അങ്ങനെ സംസാരിച്ച് പയ്യെ സോങ്ങിനെ കുറിച്ച് ഉള്ളൊരു ഡിസ്കഷൻ വരുമ്പോൾ സോങ്ങും താനും തമ്മിൽ ഒന്നുമില്ലെന്നും ഇനി ഒരിക്കലും അവരുടെ ഇടയിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവില്ലെന്നും ചെന്നിപ്പോ സീഷിയുടെ അടുത്ത് പറയുമ്പോൾ തനിക്ക് സോങ്ങിനെ വലിയ ഇഷ്ടമാണെന്നും പക്ഷെ താൻ ഒരു രീതിയിലും ചെന്നിനെ സംശയിക്കില്ലെന്നും ഇനിയിപ്പോ സോങ് അവളുടെ ലൈഫിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ചെന്ന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കുമെന്നും ഇപ്പൊ സീഷി അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് കേൾക്കുന്ന ലീ ഇപ്പോ സീഷിക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ സോങ് ആയാലും സീഷി ആയാലും ഇനി അവരുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള സ്റ്റഡീസിന് പഠിക്കാൻ പോകുന്നത് 2 ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലേക്കാണെങ്കിലും അത് രണ്ടും ഒരേ സിറ്റിയിൽ ഇനി ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കുമാണ് അവരുടെ ഒരു ഫ്രണ്ട് സൈക്കിള് ഏറ്റവും കൂടുതൽ കാണാനായിട്ടുള്ള ചാൻസ് എന്നും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് സോങ്ങുമായിട്ട് കൂടുതൽ ക്ലോസ് ആവാനും അതിന്റെ ഇടയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവന് നിന്റെ അടുത്ത് ഫീലിങ്സ് തോന്നുന്നു ലീ ഇപ്പോ സീഷയെ ഉപദേശിച്ച് വിടുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് ചെന്നിപ്പോ അവളുടെ പാരന്റ്സ് ആയിട്ടിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ പാരന്റ്സ് അവൾക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടോന്നും അവളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം കൊടുക്കാതെ ചെന്ന് നിൽക്കുന്ന കേട്ടിട്ട് അല്ല ഈ സോങ്ങും ചിങ്ങും നിന്റെ ഒപ്പം 24 മണിക്കൂർ ഉണ്ടായിട്ട് പോലും അവർക്ക് നിന്റെ അടുത്തൊന്നും തോന്നിയിട്ടില്ലേന്ന് അവളുടെ അമ്മ ചോദിക്കുമ്പോൾ അത് കേട്ട് ചെന്ന് ആകെപ്പാടെ ഓക്വേർഡ് ആകുന്നുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് ജിങ് പണ്ടത്തെ പോലെ അവളുടെ അടുത്ത് മിണ്ടാൻ വരാത്തതും അവളുടെ ഒപ്പം കുട്ടികളി കളിക്കാൻ വരാത്തൊക്കെ എന്താണെന്നുള്ള വിഷമത്തിൽ അവളിപ്പോ നേരെ ജിങ്ങിന്
തന്നെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ ഇപ്പൊ തന്നെ ജിങ് അവളുടെ അടുത്ത് ആ ഒരു സീക്രട്ട് ബേസിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടാണ്. അങ്ങനെ അവളിപ്പോ വേഗം തന്നെ ആ ഒരു ബേസിലേക്ക് ചെല്ലുമ്പോൾ ജിങ് അവന്റെ ആ ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ ബുക്കുകളൊക്കെ സെയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെന്നിന്റെ ആ ഒരു പങ്ക് ഇപ്പൊ അവൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതിനു വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചേനും, അധികം വൈകാതെ നമ്മളൊക്കെ വേറെ വേറെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയി ഇനി കൊല്ലത്തിൽ ഒരിക്കലും മാത്രം കാണാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസിലേക്ക് പോകുമ്പോൾ നിനക്ക് എന്നോട് വേറൊന്നും പറയാനില്ലേന്ന് ചെന്നിപ്പോ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ജിങ് ഒന്നും തന്നെ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ കാര്യം വുഹാൻ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ കിട്ടിയത് എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണെങ്കിലും നിന്നെയൊക്കെ മിസ് ചെയ്യുമെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ താൻ വളരെയധികം സാഡ് ആണെന്ന് ചെന്ന് പറഞ്ഞ് പോകുന്നേക്കാളും മുമ്പ് അവളിപ്പോ ജിങ്ങിനെ ചെന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് തമ്മിലുള്ള ഈ ഒരു ആക്ഷൻസ് ഒക്കെ കാണുമ്പോൾ ശരിക്കും അവരുടെ ഇടയിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ അതോ ഇനി പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത രീതിയിൽ ഉള്ള വേറെ എന്തെങ്കിലും എഫെക്ഷൻസ് ഉണ്ടോന്നും നമുക്ക് തോന്നും. അങ്ങനെ ഇരിക്കെ തന്നെ ചെന്ന അവിടെ നിന്ന് പോകുമ്പോൾ ജിങ് ഇപ്പൊ എന്തോ വിയേർഡായിട്ട് ചിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ചെന്നിപ്പോ അവളുടെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റിയിലൂടെ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയും പപ്പയും അവിടേക്ക് എത്തിയിട്ട് ഇത്രയും നാളും അവളുടെ ചെറുപ്പത്തിൽ മുതൽ അവൾ തന്റെ പാരന്റ്സിനെ വിട്ട് ഇങ്ങനെ ഒരുപാട് നാളത്തേക്ക് മാറി നിന്നിട്ടില്ലെന്നും അവൾ ഓക്കെ ആവോ, അവളുടെ ഹെൽത്ത് ഓക്കെ ആവോ, അവൾ അവിടെ ഹാപ്പി ആയിരിക്കോ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരിപ്പോ വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ ചെന്നിനെ യാത്ര അയക്കുന്നുണ്ട്. അങ്ങനെ ചെന്നിപ്പോ അവിടെ നിന്ന് ടാക്സിയിൽ പോയതിനു ശേഷം അവളുടെ അച്ഛനിപ്പോ അവളുടെ അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നും നീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിട്ട് ചെന്നിനെ കാണാൻ പറ്റുമെന്നും അത് ഈ സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് അധികം ദൂരമൊന്നും നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വരില്ലെന്നും പിന്നെ നിന്റെ കണ്ണ് അവളുടെ മേൽ ഇല്ലെന്നുള്ള കാര്യം ആലോചിച്ച് നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെന്നിന്റെ അമ്മയാകട്ടെ എന്റെ കണ്ണ് അവളുടെ പുറകിലില്ലെങ്കിലും അവളെ നോക്കാനായിട്ട് അവിടെ വേറെ ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന നമ്മുടെ ചെന്നിന്റെ അച്ഛനെയും നമ്മളിപ്പോ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇപ്പോ ചെന്ന് അവളിനി 4 വർഷങ്ങൾ പഠിക്കാൻ പോകുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ എത്തിയിട്ട് വളരെ സന്തോഷത്തോടെ അതിനെ നോക്കുന്നുണ്ടെങ്കിലും ഉള്ളില് തന്റെ ഫ്രണ്ട്സിനെയും ഫാമിലിയും ഒക്കെ മിസ് ചെയ്യുന്ന ആ ഒരു ഇമോഷനും അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ചെന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാനായിട്ട് അവളെ ലഗേജ് ഒക്കെ എടുത്ത് കയറ്റാനായിട്ട് പറ്റാതെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ഒരു ബോയ് വന്ന് അവളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ചെന്ന് അവനോട് തിരിഞ്ഞ് താങ്ക് യു പറയാൻ നിൽക്കുമ്പോഴാണ് അത് വേറെ ആരുമല്ല നമ്മുടെ ജിങ് തന്നെയാണെന്ന് അവൾ കാണുന്നത്. അങ്ങനെ അവനെ കണ്ട് ആകെ അന്താളിച്ച് നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവള് പഠിക്കാൻ പോകുന്ന ഇതേ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള വങ്ങില് കമ്പ്യൂട്ടർ സയൻസിൽ അവനും അഡ്മിഷൻ കിട്ടിയ കാര്യം അവൻ പറയുന്നുണ്ട്. ഫ്ലാഷ് ബാക്കിൽ അവന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി വെച്ചതും നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഇത്ര നേരം അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജിങ് ഈ ഒരു കാര്യം അവളുടെ അടുത്ത് പറയാണ്ട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യം ചെന്നറിയുമ്പോൾ ജിങ് വിചാരിച്ച ഒരു റിയാക്ഷൻ ആയിരുന്നില്ല ചെന്നിന്റെ മുഖത്ത്. പകരം അവൾ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവളുടെ പെട്ടി വാങ്ങിച്ച് അവിടെ നിന്ന് നടന്ന് നീങ്ങുമ്പോഴാണ് അവളെ വെയിറ്റ് ചെയ്ത് വേറൊരു ബോയ് അവിടെ നിൽക്കുന്നത് അവള് കാണുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ ആരാന്ന് ചോദിക്കുമ്പോഴാണ് അത് ചെന്നെ പഠിക്കാൻ വന്നിരിക്കുന്ന ഫാർമസി ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ ആണെന്നും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നതാണെന്നും അവൻ പറയുന്നത്. അങ്ങനെ ഇപ്പൊ അവനെ കാണുമ്പോൾ തന്നെ ചെന്ന് ജിങ്ങിനെ മൈൻഡ് ചെയ്യാണ്ട് അവന്റെ ഒപ്പം ഒരു കോളേജും ഫാർമസി ഡിപ്പാർട്ട്മെന്റിനും ഒക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ചെന്ന് അവരുടെ പണ്ടത്തെ ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നടന്ന ആ ഒരു ബുക്ക് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഇടയിൽ അവളുടെ ഒരു ബുക്ക് മിസ്സിംഗ് ആയി പോയത് ശരിക്കും എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് ഈ ടിയാൻ എന്ന് പറഞ്ഞ അവളുടെ സീനിയർ ആണെന്ന് അവനിപ്പോ പറയുന്നുണ്ട്. എനിക്ക് ആ ഒരു ബുക്ക് റിട്ടേൺ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനു മുമ്പേ തന്നെ താൻ ആ ഒരു സ്കൂൾ വിട്ടു പോവുകയും പിന്നീട് ചെന്നിനെ മീറ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നും അവനിപ്പോ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജിങ് ആകട്ടെ ചെന്നിന്റെ ഈ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ കണ്ട് ആകെ വിഷമിച്ച് അവളുടെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം അവളുടെ അമ്മയ്ക്ക് ഓൾറെഡി ഈ ഒരു കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു. എന്നിട്ട് അവളുടെ ആ ഒരു സർപ്രൈസ് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളുടെ അമ്മ അത് അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതേ നേരം തന്നെ ജിങ്ങിന്റെ അടുത്തേക്ക് ഇപ്പൊ വേറൊരു പയ്യൻ വന്നിട്ട് നീ എന്റെ റൂംമേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് ബോയ്സ് ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം ഗേൾസ് ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്ന ചെന്ന് അവളുടെ റൂംമേറ്റ്സിനെയും പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ നിലവില് അവൾക്ക് 2 റൂംമേറ്റ്സ് മാത്രം എത്തിയിട്ടുള്ളൂന്നും ഇതിൽ ഒരു എക്സ്ട്രോവേർട്ട് കണക്കിന് ഉള്ള ഒരു കൊച്ചിന്റെ പേര് ലൂ എന്നാണെന്നും മറ്റേ ഇത്തിരി റിച്ച് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേര് ലീ എന്നാണെന്നും പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ പരിചയപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ജിങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയ ആ പയ്യൻ അവന് അവരുടെ റൂമൊക്കെ കാണിച്ചു കൊടുത്ത് അവനെ സെറ്റിൽ ആക്കുന്നുണ്ട്. ഇതേ നേരത്തെ തന്നെ അവൻ സൊങ്ങിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പക്ഷെ തന്റെ എല്ലാ ഫ്രണ്ട്സിനെയും മിസ് ചെയ്യുന്ന ആലോചിച്ച് ഇത്രയും ദിവസം ചെന്ന വളരെ ഡിപ്രസ്ഡ് ആയിട്ട് വിഷമിച്ച് നടന്നുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് സോങ് പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം തെന്നാകട്ടെ അവളുടെ ലഗേജസ് ഒക്കെ തുറന്നു നോക്കുമ്പോൾ അതിൽ അവളുടെ അമ്മ അവൾക്കും ജിങ്ങിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഇപ്പോൾ തനിക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയാത്തതായിട്ടുള്ളൂ എന്നും എന്റെ അമ്മയും ജിങ്ങും കൂടി ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തന്നെ ഒരു ഫൂളാക്കിയതാണെന്ന് ചെന്ന് മനസ്സിലാക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലൂടെ ഉണ്ടായി പോകുന്ന ഒരുപാട് മൊമെന്റുകളാണ് ഈ ഒരു ഡ്രാമയിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നത്.
എനിവേ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ടിൽ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.